ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം കാളനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഏത്തപ്പഴം കുറച്ച് മീഡിയം പഴുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പഴുക്കാൻ പാടില്ല, ഒരുമാതിരി പഴുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടത് തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്, 1 കപ്പ്, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്. ഇത്രയുമാണ് നമുക്കിത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ചീനിച്ചട്ടിയിൽ നമ്മൾ ആ നേന്ത്രപ്പഴം ഇട്ടിട്ടുണ്ട്, പഴുത്തതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടതെല്ലാം നമ്മൾ മിക്സിയുടെ ബൗളിലിട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് ജീരകം, കുരുമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ലോണം പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മധുരത്തിന് ശർക്കരയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പഞ്ചസാര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇനിയാണ് നമ്മൾ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ തൈരും ശർക്കരയും ഇട്ടിട്ടുണ്ട്. നല്ലോണം കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കേട്ടോ, തൈര് ഒരിക്കലും ഇതിനകത്ത് ഇപ്പോൾ ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞൊന്നും പോകില്ല. നല്ലോണം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ആഡ് ചെയ്യാം. നമ്മൾ അരച്ചു വെച്ചിരുന്ന കോക്കനട്ട് മിക്സ്, തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ പഴങ്കാളൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്യണം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കടുക് വറുത്തിടാം. ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പഴങ്കാളനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഴങ്കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസിയാണ്. നമുക്കൊരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിവിടെ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചസാരയും ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.